രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കിയ ബി.ജെ.പി. നേതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തതിൽ കോൺഗ്രസ് ശക്തമായി പ്രതിഷേധിക്കുകയാണ്. കേരളത്തിലെ CPIM-ന്റെയും ബി.ജെ.പിയുടെയും അവിശുദ്ധ കൂട്ടായ CJP-യുടെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. സർക്കാരിന്റെ തെറ്റായ നയത്തിനെതിരെയും സംരക്ഷിക്കുന്ന ബി.ജെ.പി. നേതാക്കൾക്കെതിരെയും ശക്തമായ സമരവുമായി UDF മുന്നോട്ടു പോകും. ഇത്രയും ഗൗരവമായ സംഭവം ഉണ്ടായിട്ടും അതിൽ സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കാതിരിക്കുന്നത് ബി.ജെ.പിയുമായുള്ള ബന്ധത്തിൽ ഉള്ളതുകൊണ്ടാണ്. രാഹുൽ ഗാന്ധിക്കെതിരായ ഇത്തരം നീക്കങ്ങളെ കോൺഗ്രസ് പ്രതിരോധിക്കുമെന്നും കോൺഗ്രസ് ഉറപ്പിക്കുകയാണ്. 2 ദിവസം മുൻപ് പരാതി നൽകിയിട്ടും ഇന്നലെയാണ് കേസെടുത്തത് എന്നും സണ്ണി ജോസഫ് പറയുകയാണ്. ബി.ജെ.പി. നേതാവിന്റെ ഭീഷണിയെ തള്ളിപ്പറയാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവുന്നില്ല. പൗരാവകാശ സംരക്ഷണത്തിനായി രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി ഉയർന്നിട്ടും സർക്കാർ നടപടിക്ക് തയ്യാറാകുന്നില്ല. എല്ലാ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യുന്ന സർക്കാർ എന്തുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്തില്ല എന്നും സണ്ണി ജോസഫ് ചോദിക്കുകയാണ്. ഒരു ചാനൽ ചർച്ചയ്ക്കിടെയാണ് രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വെടിയുണ്ട വീഴുമെന്ന് ബി.ജെ.പി. നേതാവ് പറഞ്ഞത്. അതിൽ സർക്കാർ ഒരു അക്ഷരവും മിണ്ടാത്തതിലാണ് കോൺഗ്രസിന് ഇത്രയും പ്രതിഷേധം. സണ്ണി ജോസഫിന്റെ ആ വാക്കുകളിലേക്ക് പോകാം. രാഹുൽ ഗാന്ധിയെ നെഞ്ചിൽ വെടിയുതിർത്തില്ലായ്മ ചെയ്യും എന്ന് ബി.ജെ.പിയുടെ ഒരു വക്താവ് ചാനലിൽ പറഞ്ഞു. അതിനെ ചാനൽ അവതാരികയും ആ ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസ് പ്രതിനിധിയും അതിൽ പ്രതിഷേധിച്ചപ്പോൾ ആ വക്താവ് ആവർത്തിക്കുകയാണ് ചെയ്തത്. തിരുത്തുകയല്ല, പിൻവലിക്കുകയല്ല ചെയ്തത്, ആവർത്തിക്കുകയാണ് ചെയ്തത്. അത് 26-നാണ്. 27-ന് തന്നെ പ്രതിപക്ഷ നേതാവ് ഞാൻ തൃശ്ശൂരിൽ വാർത്താ സമ്മേളനം ഇതിനായിട്ട് മാത്രം തൃശ്ശൂർ DCC-യിൽ വാർത്താ സമ്മേളനം വിളിച്ച് ഈ കാര്യത്തിലുള്ള പ്രതിഷേധം അറിയിക്കുകയും ഗവൺമെന്റ് ഈ കാര്യത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിയെ അറസ്റ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഉന്നയിക്കുകയും ചെയ്തു. അതിനുശേഷം 2 പരാതികൾ കേരളത്തിൽ കൊടുത്തു. KC വേണുഗോപാൽ, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, കേരളത്തിലെ ഒരു MP രേഖാമൂലം പരാതി നൽകി. ഇതെല്ലാം ലഭിച്ചിട്ട് ഇന്നലെ മാത്രമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇന്നും ഈ പ്രതി അറസ്റ്റ് ചെയ്തിട്ടില്ല. അറസ്റ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല, അന്വേഷിച്ച് പോലീസ് ഒരു മിനിറ്റ് പോലും ഈ പ്രതിയെ കണ്ടെത്താൻ ശ്രമിച്ചിട്ടില്ല. ഒരു നോട്ടീസ് പോലും കൊടുത്തിട്ടില്ല. ഞങ്ങൾ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഞങ്ങൾ ആ കാര്യം അന്വേഷിച്ചു. ഇന്നിപ്പോൾ സത്യത്തിൽ BJP-ക്കാർ പോലും ഈ സംഭവത്തെ പരസ്യമായിട്ട് ന്യായീകരിക്കാൻ വന്നില്ല. എന്നാൽ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ്, CPM-ന്റെ മന്ത്രിമാരും MLA-മാരും മുഖ്യമന്ത്രിയുടെ മൗനത്തിൽ സ്പീക്കർ ഉൾപ്പെടെ ഈ പ്രതിയെ സംരക്ഷിക്കുന്ന ഏറ്റവും നടുക്കുന്ന നിലപാടാണ് ഇവർ സ്വീകരിച്ചത്. ഇവരുടെ BJP ബാന്ധവത്തിന്റെ പരസ്യമായ പ്രകടനമാണിത്. ഇതിൽ അതിശക്തിയായ പ്രതിഷേധമുണ്ട്. രാഹുൽ ഗാന്ധി ഇവിടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞതുപോലെ നെഹ്റു കുടുംബത്തിന്റെ പാരമ്പര്യം നമുക്കറിയാം, ത്യാഗമറിയാം. മഹാത്മജിയെ കൊല ചെയ്തവർ, ഇന്ദിരാഗാന്ധിയെ ഇല്ലായ്മ ചെയ്തത് നമ്മൾ കണ്ടു. രാജീവ് ഗാന്ധിയുടെ ജീവൻ നഷ്ടപ്പെട്ടത് എങ്ങനെയെന്ന് നമുക്കറിയാം. ആ കുടുംബത്തിന്റെ എല്ലാ പ്രയാസങ്ങളും കണ്ടറിഞ്ഞ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായി ഈ രാജ്യത്തെ ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും സംരക്ഷകനായി, വോട്ടവകാശത്തിന്റെ സംരക്ഷകനായി, പൗരാവകാശത്തിന്റെ സംരക്ഷകനായി, പാർലമെന്റിനകത്തും പുറത്തും ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ ഇത്തരത്തില് പരസ്യമായ ഒരു വധഭീഷണി ഉയർന്നിട്ട് കേരള സർക്കാർ അനങ്ങുന്നില്ല എന്നത് ഏറെ പ്രതിഷേധാർഹമാണ്. ആ പ്രതിഷേധമാണ് ഇന്ന് വൈകുന്നേരം UDF പഞ്ചായത്ത് തലങ്ങളിൽ പ്രകടനം നടത്തിക്കൊണ്ട് അതിശക്തമായ പ്രതിഷേധവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. സ്പീക്കർ സ്വീകരിച്ച നിലപാട് ഞെട്ടിപ്പിക്കുന്നതാണ്. അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ പേര് പോലും പരാമർശിക്കാൻ തയ്യാറായില്ല. ആരാണ് രാഹുൽ ഗാന്ധി എന്ന് കേരള സ്പീക്കറെ ഞങ്ങൾ പഠിപ്പിക്കണമോ? പേര് പോലും പറയാൻ തയ്യാറായില്ല. നേരത്തെ മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചു, എല്ലാ അടിയന്തര പ്രമേയവും ചർച്ച ചെയ്യാൻ ഞങ്ങൾക്കൊന്നും മറയ്ക്കാനില്ല, എല്ലാം ചർച്ച ചെയ്യാൻ തയ്യാറെന്ന് പറയുന്ന കേരളത്തിലെ ഭരണകക്ഷിക്ക് ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ വധശ്രമ ഭീഷണി ഉയർത്തിയ ആ BJP നേതാവിനെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ എന്താണ് അവർക്ക് ജനങ്ങളുടെ മുൻപിൽ അവരുടെ നിലപാട് വ്യക്തമാക്കാനുള്ള മടി എന്താണ്, അറപ്പെന്താണ്, എന്തിനെയാണ് അവർ ഭയപ്പെടുന്നത്? ഈ നിലപാടിനെതിരെ, തെറ്റായ നിലപാടിനെതിരെ അതിശക്തമായ ജനകീയ പ്രക്ഷോഭവുമായിട്ട് UDF മുന്നോട്ട് പോകും. അതിലെല്ലാവരുടെയും സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടിയുടെ ലോക്സഭയിലെ